നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആനിമൽ ട്രാൻസ്പോർട്ടേഷനിൽ ബ്ലഡിൻ്റെ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ അതോടൊപ്പം ന്യൂട്രിയൻസൊക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നതിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന വേസ്റ്റ്. നമ്മുടെ ശരീരത്തിൽ പല കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ പ്രോസസ്സിൻ്റെ ഒക്കെ ഫലമായിട്ട് പല രീതിയിലുള്ള കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കെമിക്കലുകളൊക്കെ ടൈം ടു ടൈം ആയിട്ട് റിമൂവ് ചെയ്യണം. അതും ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ആ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതറിയപ്പെടുന്നത് എക്സ്ക്രീഷൻ എന്നാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എക്സ്ക്രീറ്ററി സിസ്റ്റം അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്ക്രീഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് വേസ്റ്റ് പ്രൊഡക്ട്സ് ആർ റിമൂവ്ഡ് ഫ്രം ദി ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്റ്റുകൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് വിളിക്കുന്നത്. അതിന് സഹായിക്കുന്ന സിസ്റ്റമാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. മനുഷ്യൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ 2 കിഡ്നി, 2 യൂറേറ്ററസ്, ഒരു യൂറിനറി ബ്ലാഡർ, ഒരു യൂറേത്ര, ഇങ്ങനെ 4 പാർട്ടുകളാണുള്ളത്. മനുഷ്യൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ 4 പാർട്ടുകളാണ്. ഇത് 2 കിഡ്നി, ഇതൊരു 2 കിഡ്നിയാണ്. ഈ കിഡ്നി, ഇതാണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയും. നമ്മൾ മൂത്രസഞ്ചി എന്നൊക്കെ പറയും. ഇതാണ് യൂറിനറി ബ്ലാഡർ. ഈ ഓരോ കിഡ്നിയിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കുന്ന വേസ്റ്റ് വരുന്ന പൈപ്പുണ്ട്. ഈ പൈപ്പിനെയാണ് നമ്മൾ യൂറേറ്ററസ് എന്ന് വിളിക്കുന്നത്. 2 പൈപ്പുകൾ ഉണ്ടാവും. ഓരോ കിഡ്നിയിൽ നിന്നും ഓരോ യൂറേറ്ററസ് ഉണ്ടാവും. ഒരു യൂറിനറി ബ്ലാഡർ എത്തും. ഈ യൂറിനറി ബ്ലാഡറിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. എൻഡിൽ കാണുന്ന ഈ ഓപ്പണിംഗ് ആണ് യൂറേത്ര എന്നറിയപ്പെടുന്നത്. ഇതൊരു മസ്കുലാർ ഓപ്പണിംഗ് ആണ്. മസ്കുലാർ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മസിലിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സാധനമാണ്. 2 രീതിയിലുള്ള മസിലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒന്ന് വോളണ്ടറി മസിൽസും മറ്റൊന്ന് ഇൻവോളണ്ടറി മസിൽസും. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഐച്ഛിക പേശി, അനൈച്ഛിക പേശി എന്ന് നമ്മൾ പറയും. വോളണ്ടറി മസിൽസ് നമ്മൾ വിചാരിച്ചാലേ ഉറക്കുകയുള്ളൂ. ഉദാഹരണത്തിന് എൻ്റെ കൈ, ഞാനിപ്പോൾ കൈ പൊന്തിക്കണം അല്ലെങ്കിൽ കൈ താഴ്ത്തണം എന്ന് ഞാൻ ഉദ്ദേശിച്ചാലേ കൈ ഞാനത് ചെയ്യുന്നുള്ളൂ. എന്നാൽ ചിലതൊന്നും അങ്ങനെയല്ല. ഞാനിപ്പോൾ ഹൃദയം പ്രവർത്തിക്കണം വിചാരിച്ചിട്ട് കാര്യമില്ല. സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഡയഫ്രത്തിൻ്റെ പ്രവർത്തനം, ഇതൊന്നും എനിക്ക് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഈ യൂറേത്ര എന്ന് പറയുന്നത് ഒരു വോളണ്ടറി മസിലാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, നമ്മുടെ ശരീരത്തിലെ കിഡ്നി ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുടിച്ച വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ബ്ലഡിനെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത് വരുന്ന യൂറിൻ അത് യൂറേറ്ററിലൂടെ യൂറിനറി ബ്ലാഡറിൽ എത്തുന്നുണ്ട്. യൂറിനറി ബ്ലാഡറിൻ്റെ ഓപ്പണിങ് ഒരു മസ്കുലാർ അറ്റാച്ച്മെൻ്റ് ഉള്ള സാധനമല്ല എങ്കിൽ ഫുൾ ടൈം യൂറിൻ അങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ നിൽക്കും. മനസ്സിലായില്ലേ? ഒരു കവറിന് വെള്ളം എടുത്തിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടാൽ എന്താ സംഭവിക്കുക? അല്ലെ നമ്മളെ ടാങ്കിൽ നിന്ന് ടാപ്പ് കണക്ട് ചെയ്തു, നമ്മൾ പിടിപ്പിച്ച ടാപ്പ് ശരിക്കും വർക്ക് ചെയ്യുന്ന ടാപ്പ് അല്ലെങ്കിൽ അതിന് വെള്ളം അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഈ യൂറേത്ര എന്ന് പറയുന്ന ഒരു മസ്കുലാർ അറ്റാച്ച്മെൻ്റ് ഒരു സാധനമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വേസ്റ്റ് പ്രൊഡക്ട്സിന് നേരെ കിഡ്നിയിലേക്ക് കൊണ്ടുവരും. കിഡ്നി ഈ വേസ്റ്റ് പ്രൊഡക്റ്റുകളെയൊക്കെ റിമൂവ് ചെയ്യും. യൂറിൻ ആയിട്ടാണ് റിമൂവ് ചെയ്യുക. അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഈ യൂറിൻ യൂറേറ്ററസിലൂടെ പാസ് ചെയ്ത് യൂറിനറി ബ്ലാഡറിലെത്തും. ഓക്കെ, നമ്മൾ യൂറേത്രയിലൂടെ ഈ യൂറിനെ പുറത്തേക്ക് കളയും. ഇത് ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനനുസരിച്ചാണ്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫിൽട്രേഷൻ പ്രോസസ്സ് കൂടുതൽ നടക്കും. നമ്മൾ വെള്ളം കൂടി കുറഞ്ഞാൽ അതിനനുസരിച്ച് ഫിൽട്രേഷൻ പ്രോസസ്സ് കുറയും. കിഡ്നി സ്റ്റോണൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടോക്സിക്കായ വേസ്റ്റാണ്. നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകും. കാരണം നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ വേസ്റ്റുകൾ, ടോക്സിക് ആയിട്ടുള്ള പരമായിട്ടുള്ള വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. സ്വാഭാവികമായിട്ട് ആൾക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ ഡയാലിസിസും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നമ്മൾ പറയാറുണ്ട്.
ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വേസ്റ്റുകളെ കിഡ്നിയിലുള്ള നെഫ്രോൺസ് എന്ന് പറയുന്ന പ്രത്യേക ഭാഗമുണ്ട്. നെഫ്രോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കിഡ്നിയുമായി ബന്ധപ്പെട്ട ചികിത്സ നമ്മൾ നെഫ്രോളജിസ്റ്റൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നെഫ്രോൺസ് ആണ് നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നത്. ഫിൽട്ടർ ചെയ്തതിന് ശേഷം അതിലുള്ള യൂസ്ഫുൾ ആയ സബ്സ്റ്റൻസിനൊക്കെ ബ്ലഡിൽ നിലനിർത്തും, ഉപയോഗപ്രദമായ സാധനത്തിന്. എന്നാൽ അതിനാവശ്യമില്ലാത്ത സാധനങ്ങളെയൊക്കെ പുറത്തേക്ക് കളയും. ആ പുറത്തേക്ക് വരുന്ന സാധനം യൂറിൻ. നമ്മളെ യൂറിനിൽ തന്നെ 95% വെള്ളമാണ്, ബാക്കി 5% ഈ വേസ്റ്റുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ പ്രോസസ്സർ നടക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ നമ്മളൊരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ്. 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചാലേ ഈ പ്രോസസ്സുകൾ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ശരീരത്തിലുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റം. മറ്റു പല എക്സ്ക്രീറ്ററി സിസ്റ്റങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ള സാധനം ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. സസ്യങ്ങളിലുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. സസ്യങ്ങളിലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഒന്ന് ഫുഡ്, ഇലയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ എവിടെയാണോ അതിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷൻ അങ്ങോട്ട് മാറ്റണം. അതേപോലെ തന്നെ വാട്ടർ, മിനറൽസൊക്കെ ഭൂമിയിലുള്ളതിനെ ഇലയിൽ എത്തിക്കണം. ഇതിന് സഹായിക്കുന്നത് ഒരു വാസ്കുലാർ ടിഷ്യൂ ആണ്, ഒരു സ്പെഷ്യൽ ടിഷ്യൂസാണ് വാസ്കുലാർ ടിഷ്യൂ. അതായത് ഇതിലൂടെ വെള്ളത്തിന് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്ന അർത്ഥം. എന്താ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ? ടിഷ്യൂസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് പെർഫോംസ് എ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ. നമ്മുടെ ശരീരത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ നിർവഹിക്കുന്ന കുറേയധികം സെല്ലുകളുടെ കൂട്ടത്തെ നമ്മൾ ടിഷ്യൂസ് എന്ന് വിളിക്കാം. സസ്യങ്ങളിൽ 2 തരം വാസ്കുലാർ ടിഷ്യൂ ആണുള്ളത്. നമ്മൾ വെസൽസ് എന്ന് പറഞ്ഞില്ലേ, ആ വെസൽസ് പോലെയാണ് വാസ്കുലാർ വരുന്നത്. അതിലൂടെ ഈ വെള്ളത്തിന് അല്ലെങ്കിൽ ഫുഡിനൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും. സസ്യത്തിൻ്റെ എല്ലാ സെല്ലുകളിലൂടെ ഈ പ്രോസസ്സ് നടക്കൂല. 2 രീതിയിലുള്ള വാസ്കുലാർ ടിഷ്യൂസ് ആണുള്ളത്, ഒന്ന് സൈലം, മറ്റൊന്ന് ഫ്ലോയം. നമ്മളെ സസ്യത്തിൻ്റെ വേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വേര് റൂട്ട് ഹെയർസ് ഉണ്ടാവും. റൂട്ട് ഹെയർസ് ആണ് വളരെ ഫൈനായിട്ടുള്ള റൂട്ടുകൾ, വളരെ ചെറിയ റൂട്ടുകൾ. ഇത് വെള്ളത്തെ വലിച്ചെടുക്കും. അതുപോലെ തന്നെ മിനറൽ, വാട്ടറൊക്കെ ഭൂമിയിൽ നിന്ന് ഈ റൂട്ട് ഹെയർ എടുക്കും. അതിനുശേഷം ഈ റൂട്ട് ഹെയർ സൈലം ടിഷ്യൂ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ സൈലം ടിഷ്യൂ ഈ റൂട്ട് ഹെയർ എന്ന് വലിച്ചെടുക്കുന്ന വെള്ളത്തെ നേരെ ലീഫിലെത്തിക്കും. ലീഫിലാണ് സസ്യത്തിൻ്റെ ഫോട്ടോസിന്തസിസ് നടക്കുക, അവിടെയാണ് വെള്ളം ആവശ്യമുള്ളത്. അതിന് അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് അത് സ്റ്റോറേജ് ലൊക്കേഷനിലേക്ക് മാറ്റണം. അല്ല നമ്മൾ ഇല വെട്ടിക്കളഞ്ഞാൽ അതോടുള്ള സസ്യത്തിൻ്റെ ഫുഡ് ഇല്ലാതാവും. അങ്ങനെ മാറ്റുന്ന ഫങ്ഷൻ ചെയ്യുന്നത് ഫ്ലോയം ടിഷ്യൂ ആണ്. ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫുഡ് ടു ഓൾ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റോറേജ് ലൊക്കേഷൻ? ഇപ്പോൾ നമ്മുടെ കപ്പൊക്കെ കേട്ടിട്ടില്ലേ, പൂള, കപ്പ എന്നൊക്കെ പറയും. അത് അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വേരിലാണ്. മധുരക്കിഴങ്ങ് വേരിലാണ്. ഇപ്പം നമ്മളെ മാവ്, പ്ലാവൊക്കെയാണ് അതിൻ്റെ സ്റ്റെമ്മിലാണ്. നമ്മളെ നെല്ല്, ഗോതമ്പൊക്കെ അതിൻ്റെ വിത്തിൽ, സീഡിലാണ്. അപ്പോൾ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് മാറ്റണം. അതോടൊപ്പം ഈ സസ്യത്തിന് എവിടെയൊക്കെ ഫുഡ് ആവശ്യമുണ്ടോ, ഫുഡ് മെറ്റീരിയൽസ് ആവശ്യമുണ്ടോ, അത് അവിടെയൊക്കെ എത്തിക്കണം. ആ ഫങ്ഷൻ ചെയ്യുന്നതാണ് ഫ്ലോയം. അപ്പോൾ സൈലവും ഫ്ലോയും. സൈലം സസ്യത്തിലെ വാട്ടർ ആൻഡ് മിനറൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഫ്ലോയം സസ്യത്തിലെ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമാണ് ചെയ്യുക. ഇനി നമുക്ക് ട്രാൻസ്പിരേഷൻ എന്നുള്ളൊരു ടേം ഉണ്ട്. ട്രാൻസ്പിരേഷനും ട്രാൻസ്ലോക്കേഷനും. ട്രാൻസ്പിരേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് ഗിവ്സ് ഔട്ട് വാട്ടർ ത്രൂ ദി സ്റ്റൊമാറ്റ ഇൻ ദി ലീവ്സ്. നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്നാൽ നമുക്ക് എന്ത് തോന്നും? നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഈ സസ്യം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗം ഇത് ഇലയിലൂടെ, സ്റ്റൊമാറ്റ നമ്മൾ പഠിച്ചതാണ് അല്ലേ, സ്മോൾ പോർസ് ഇൻ ദി ലീവ്സ്, സസ്യത്തിലുള്ള ഇലയിലുള്ള വലിയ ചെറിയ സുഷിരങ്ങൾ, ചെറിയ ഓട്ടകൾ, ഇതിലൂടെ അന്തരീക്ഷത്തിലേക്ക് വേപ്പറായിട്ട് അങ്ങനെ പുറത്തേക്ക് വിടും. ആ വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് ആണ് നമുക്ക് മരത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ. The evaporation of water from the leaves produce a suction pull which can pull water to great heights in all trees. ഈ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്
ഒരു സക്ഷൻ പുള്ളാണ്. നമ്മൾ സക്ഷൻ പുൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് വലിക്കുമല്ലോ, അപ്പോഴാണ് ജ്യൂസ് മുകളിലേക്ക് കയറി പോരുന്നത്. ഇതേപോലത്തെ ഒരു പ്രോസസ്സാണ് ശരിക്കും ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പിരേഷൻ വഴി അന്തരീക്ഷത്തിലേക്ക് വാട്ടർ വേപ്പർ പോകുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ഭൂമിയിൽ നിന്ന് വാട്ടർ വേപ്പർ സസ്യത്തിലേക്ക് കയറും. ഓക്കെ, ശരിക്കും ഒരു വലി പോലെ നമ്മൾ ജ്യൂസൊക്കെ വലിച്ചു കുടിക്കുന്നത് പോലത്തെ ഒരു എഫക്റ്റാണ് ഉണ്ടാവുക. ഇനി വേറൊരു ടേം ട്രാൻസ്ലൊക്കേഷൻ ആണ്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സസ്യത്തിൻ്റെ ഇലയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫുഡിനെ എവിടെയാണോ അതിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷനിൽ എവിടെയൊക്കെയാണോ ഫുഡ് ആവശ്യമുള്ളത് അങ്ങോട്ടേക്ക് മാറ്റുന്ന പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. ട്രാൻസ്പിരേഷനും ട്രാൻസ്ലൊക്കേഷനും നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം പഠിച്ച കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചു. അത് മനുഷ്യനിലെ ട്രാൻസ്പോർട്ടേഷൻ, ഹൃദയവും ബ്ലഡ് വെസൽസൊക്കെ അതിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം, കിഡ്നിയും അതുമായി ബന്ധപ്പെട്ട എക്സ്ക്രീറ്ററി സിസ്റ്റം നമ്മൾ പഠിച്ചു. അതേപോലെ സസ്യങ്ങളിലെ ട്രാൻസ്പോർട്ടേഷൻ, സൈലവും ഫ്ലോയും. ഇതോടുകൂടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്.